നമസ്കാരം സുഹൃത്തുക്കളെ, നീക്കിക്കളിയല്ല. താനൂർ ഹാർബറിലാണ്. 10-15 ദിവസമായി ഇപ്പോൾ ഞങ്ങൾ ജോലിയില്ല. രാവിലെ സുബൈ നമസ്കരിച്ചുകൊണ്ട് വരും, ഒരു ചായ ഒരു പൊറാട്ടൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഒരുപാട് തൊഴിലാളികൾ ഇങ്ങനെ നോക്കി നിൽക്കും. 10-11 മണിയാകുമ്പോൾ വീട്ടിൽ കാറ്റ്, മഴ, വെള്ളമൊഴുക്ക്, കടലിൽ കൂടുന്നു, മീനില്ല. ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിങ്ങിൽ പറ്റ മോശം. ട്രോളിങ്ങിലാണ് ഞങ്ങൾ ചെറുപണിക്കാർക്ക് മീൻ കൊടുന്നു കഴിഞ്ഞാൽ മീനിക്ക് റേറ്റും കിട്ടും. അപ്പോൾ വോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റേറ്റ് ഏകദേശം പോകും. ഇപ്പോൾ ട്രോളിങ് ഏകദേശം അവസാനിക്കാനായി. ഒരുപാട് ദിവസങ്ങളായി ജോലിക്ക് പോയിട്ട്. താനൂർ ഹാർബറിലെ കാഴ്ചയാണ്. തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന തോണികളാണ് കാണിക്കുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വളരെ പ്രയാസത്തിലാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തും. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിലാണ് ഈ വീഡിയോസ്. മത്സ്യത്തൊഴിലാളിക്ക് സാമ്പത്തികമായിട്ട് ധനസഹായം ചെയ്തു തരണം. ഈ കടൽക്ഷോഭ് കാരണം ഒരുപാട് കാലമായി ഞങ്ങൾ ജോലിന് പോയിട്ട് വളരെ പ്രയാസത്തിലാണ്. വീഡിയോസ് ഞാൻ അതിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. വീഡിയോസ് കണ്ടവർ ഷെയർ ചെയ്യുക, നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി പ്രയാസം അറിയുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലെത്തി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ധനസഹായങ്ങൾ കിട്ടും. ആ വീഡിയോസിലേക്ക് ഞാൻ ഈ കാഴ്ച തരുന്നു. വീഡിയോസ് കേൾക്കുക. ഗുഡ് ബൈ. ദിവസമായി പണിക്ക് പോയിട്ട് 10-15 ദിവസമായി. കടൽ ഷോപ്പാണ്. ഇങ്ങനെ ദിവസം വന്ന് നോക്കി എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നോക്കി പോകും. നിസ്കാരം കഴിഞ്ഞ് ചായം കുടിച്ച് വരും, കല്ലുമ്മലിങ്ങനെ ഇരിക്കും, നോക്കിക്കൊണ്ട് തിരിച്ചു പോകും. 10-15 ദിവസമായി പണിക്ക് പോക്കില്ല, പണില്ല. 15 ദിവസത്തിലേക്ക് ഇന്നലെ പോയതാണ്. 5 ലിറ്റർ എണ്ണ കാണും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രയാസമാണ് പറയുന്നത്. ഇത് താനൂരത്തെ ചെറുപണിക്കാരാണിത്. അതുപോലെ കേരളത്തിലെ എല്ലാ ഭാഗത്തും ഈ കടലിളക്കി കാറ്റ് നീരൊക്കെ ഉണ്ടായത് കാരണം കൊണ്ട് 10-15 ദിവസമായി പണിക്ക് പോയിട്ട് വളരെ പ്രയാസത്തിലാണ്. തീരദേശ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ കടലുകൊണ്ട് ജീവിതം കഴിയുന്നവരാണ്. ഇതൊക്കെ അറിയണം, ഭരിക്കുന്ന ഭരണാധികാരി അറിയണം ഞങ്ങളുടെ പ്രയാസങ്ങൾ. ഞങ്ങൾ 15 ദിവസമായി പണിക്ക് പോയിട്ട് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമാണ് ഈ കടലിൽ. ഈ കടലിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾ ജീവിതം കഴിയണമെങ്കിൽ. ഞങ്ങൾ 15 ദിവസമായി പണിക്ക് പോയിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അധികാരികൾ ആരായാലും ഇതിന് എന്തെങ്കിലും ഒരു ആശ്രയം നിങ്ങൾ വെച്ച് ഞങ്ങൾക്ക് തരണം, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തരണം.